നമസ്കാരം. ഈ മെയ് മാസത്തിൽ സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഓരോ മലയാളികൾക്കും ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകുള്ളൂ. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ അഞ്ചാമതായി ഒരുങ്ങിയ വൈശാഖിന്റെ സംവിധാനത്തിൽ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ടെർബോ എന്ന ചിത്രം തന്നെയായിരിക്കും അത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയതോടുകൂടി തന്നെ ചിത്രത്തിന്റെ റീച്ച് തന്നെ മാറിയിരിക്കുകയാണ്. IMDb പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഇനി റിലീസ് ചെയ്യാനുള്ള ചിത്രങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങളിൽ കൽക്കിയെ പ്രഭാസ് നായകനായെത്തുന്ന കൽക്കി എന്ന വൻപൻ സിനിമയെ പിന്നിലാക്കിക്കൊണ്ട് മമ്മൂക്കയുടെ മാസ് മസാല കോമഡി ഗണത്തിൽപ്പെടുന്ന ടെർബോ എന്ന സിനിമ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ടെർബോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് വരെ വെറും പോസ്റ്റർ കൊണ്ട് മാത്രമാണ് ചിത്രം ഹൈപ്പ് നിലനിർത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് പോലും IMDb പുറത്തുവിട്ട ഈ ഒരു ലിസ്റ്റിൽ മമ്മൂക്കയുടെ ടെർബോ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു. കമലഹാസന്റെ ഇന്ത്യൻ ടൂവിനൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഈ ഒരു ചിത്രം ആ സമയത്ത് രണ്ടാം സ്ഥാനത്തെത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ വൻ അഭിപ്രായങ്ങൾ നേടി വൻ റീച്ചിലേക്ക് പോയപ്പോൾ പ്രഭാസിന്റെ കൽക്കിയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ടെർബോ എത്തിയിരിക്കുകയാണ്. ടെർബോയുടെ ഒഫീഷ്യൽ ട്രെയിലർ വൻ തരംഗമായതുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നത് മലയാളികൾ മാത്രമല്ല, ഒരുപാട് അന്യഭാഷ റിയാക്ഷൻ യൂട്യൂബ് ചാനൽക്കാരും ആ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തിരുന്നു. അതോടൊപ്പം ടെർബോ സിനിമയുടേതായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോയിലെ ഇൻട്രസ്റ്റ് 30,000 കടന്നിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇറക്കി ഇത്രയധികം ഫൈറ്റ് സീൻസ് ഒക്കെ കാണിക്കുന്ന ഒരു മലയാള ചിത്രം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയായിരിക്കും. ഈ വരുന്ന മെയ് 23-ാം തീയതി ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ടെർബോ എന്ന സിനിമയിൽ നമ്മൾ ട്രെയിലറിൽ കണ്ടതിൽ കാലം അതിശയിപ്പിക്കുന്നതുമായ ഒരുപാട് ഫൈറ്റ് സീനും ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും ഇത്രയധികം ഫൈറ്റ് സീൻസ് ഒക്കെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെർബോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങി 31 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം 40 ലക്ഷം കാഴ്ചക്കാരാണ് ചിത്രത്തിന്റെ ട്രെയിലർ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ 1,80,000 ലൈക്കുകളും ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തിയ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും അധികം വ്യൂവേഴ്സ് ലഭിച്ച ഒഫീഷ്യൽ ട്രെയിലർ. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിന്റെ ലൈഫ് ടൈം വ്യൂവേഴ്സ് എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനിയിലൂടെ നേടിയിരിക്കുന്നത് 42 ലക്ഷം വ്യൂവേഴ്സ് ആണ്. ഇന്ന് തന്നെ ആ ഒരു റെക്കോർഡ് ടെർബോ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇനി വെറും 9 ദിവസം മാത്രമാണ് ടെർബോ എന്ന സിനിമയുടെ ആഗോള റിലീസിനായി ഉള്ളത്. ടെർബോയുടെ റിലീസിന് ശേഷം പ്രത്യേകിച്ച് വലിയ റിലീസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശം 15 ദിവസത്തോളം വലിയ റിലീസുകളൊന്നും മലയാളത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മികച്ചൊരു അഭിപ്രായം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ച 40 കോടിക്ക് താഴെ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ഒരു ചിത്രത്തിന് മികച്ചൊരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ആരൊക്കെയാണ് ടെർബോ എന്ന മമ്മൂക്ക ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.